ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ കാഴ്ചകളായി കുഞ്ഞൻ മുത്തുമണികളാണ് കേട്ടോ. നമ്മുടെ പെപ്പർ പ്ലാന്റ് കുരുമുളക്, കുതിരവാലി, കരിമുണ്ട, ജീരകമുണ്ട, പന്നിയൂർ, ഒന്നോ രണ്ടോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിലും. ഇത് നമുക്ക് ഇതിന് ഹാർവെസ്റ്റിങ്ങിന് പാകമായതാണ് കേട്ടോ. ഇത്തരത്തിൽ കുരുമുളകൊക്കെ പാകമായി കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് രണ്ട് മണികളൊക്കെ ഇതേപോലെ റെഡ് കളർ, അതായത് ചുമന്ന് ഇങ്ങനെ വന്നു തുടങ്ങും. മുഴുവൻ പഴുക്കാനായിട്ട് അനുവദിക്കത്തില്ല. അതിന് മുമ്പേ നമ്മൾ പാകമായത് പറിച്ചെടുക്കും. ഫുള്ളായി കഴിച്ച് കിടക്കുന്ന ഒരു കുരുമുളക് ചെടിയാണിത്. ഇത് നമ്മൾ നട്ടിട്ട് ഏറെക്കുറെ ഒരു വർഷമായിട്ടുള്ള ഒരു കുരുമുളക് പ്ലാന്റാണ്. വലിയ മരങ്ങളിലാണ് ഇതിനെ കയറ്റി വിടാറ്. ഇത്തരത്തിൽ ഇതിനെ കെട്ടിക്കൊടുക്കുന്ന പുറകോട്ട് മറിഞ്ഞു പോകാതിരിക്കാനും ആ മരത്തിൽ നന്നായി കയറാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. ഇതിനെ നടിയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന കൊടിത്തലകളാണ്. കൊടിത്തലകൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ കൂടത്തൈകളാക്കാൻ വേണ്ടി അതിനെ നമ്മൾ ഇങ്ങനെ കൂടകളിലാക്കി വെക്കാറുണ്ട് കേട്ടോ. ഇതെല്ലാം ശരിയാകണമെന്നില്ല, ചിലതൊക്കെ ചീഞ്ഞും ഉണങ്ങിയും പോകാറുണ്ട്. ഇത്തരത്തിൽ ഗ്രിപ്പുള്ള മരങ്ങളിലായതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് കൂടാതെ ഇത് സ്വന്തമായിട്ട് കയറിപ്പോകാനും ശ്രമിക്കാറുണ്ട്. ഇത് മണ്ണ്, മണൽ, ചാണകം അങ്ങനെയാണ് ഇതിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടി ചില സാഹചര്യങ്ങളിൽ റൂട്ടിംഗ് ഹോർമോണുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത് നന്നായി പാകമായ ഒരു കുരുമുളകിൻ്റെ തണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത്യാവശ്യം കായ്ച്ച കുരുമുളകിൻ്റെ തണ്ടിന് അത്രയും വലിപ്പം ഉണ്ടാകും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞൻ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്